അന്ന എനിക്ക് ഇഷ്ടമാണ്. എന്താടാ ഇതുപോലൊക്കെ ചെന്ന് പറയണ്ടേ? ആരോട്? ഇതാണ് ഇയാള്. എടാ താൻ ഞായറാഴ്ച പള്ളി പോകുമ്പോ വെള്ളം ഇറക്കാറില്ലേ? ഏത് ആ പൊക്കമുള്ള അതൊക്കെ വേറെ ലീഗാണ്, വിട്ടുപിടി, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട വരും. എടാ ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. ഒരു പെണ്ണിന് ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്നറിയോ? താടി, ഷേ, 6 പാക്ക്, അണ്ടി. എടാ കോൺഫിഡൻസ്. നമ്മൾ കോൺഫിഡൻ്റ് ആയി അത് അവളോട് പോയി പറയുന്നു, അവൾ തലയും കുത്തി വീഴുന്നു. ഏത്? എന്നാ പോയി പറയല്ലേ. പിന്നെ വാ, റെഡിയാകും. ആ എന്നാ ചെന്ന് കയറി കൊടു. ഇപ്പൊ തന്നെ പറയണോ? എടാ ഷൂസ് ഇട്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് വായി നോക്കിയോളൂ. ബട്ടൺസ് ഒക്കെ ഇട്. ആ ചെല്ല്. എന്താ വേണ്ടേ? എന്തോ പോയി പറ. പറയാം. എനിക്ക് ഇഷ്ട. ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അത് പിന്നെ ഓരോന്നിനും അതേ സമയമുണ്ടല്ലോ, അപ്പൊ അതൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞേനല്ലോ ഇതൊന്നും നടക്കില്ലെന്ന്. തന്റെ കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. താങ്ക്സ്. ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ ആരാ മോനോട് പറഞ്ഞേ? അത് ഞാൻ മാത്രല്ലല്ലോ, അവനും. പിന്നെ ഇതെന്തോന്ന് ജീവിത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ ഞാൻ പൊക്കോട്ടെ. ബൈ. ഒന്നുമില്ല ബ്രോ, ഒരു കോമഡി എടുത്ത് ചിരിച്ചതാ. എന്താണ് ചാറ്റിംഗ് ആണല്ലോ. ലൈനാ ആയിട്ടില്ല, ഉടനെ ആവും. ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല? എന്തും പൊന്നകെ. ഹലോ. ആ ആൻറ്റി, ഇല്ല ഞാൻ ഓഫീസിൽ പോവും. ഇല്ല പോന്നോട്ടെ. ആ ഒന്നുമില്ല. അല്ലളിയാ, ഇത്രയും വിവരമുള്ള നിനക്കെന്താണ് പെണ്ണിട്ടത്? ഞങ്ങൾ സിഗ്മകൾ അങ്ങനെ പെണ്ണ് നോക്കാറില്ല. ഓ ഓ അങ്ങനെ അങ്ങനെ. പിന്നെ നീ ഇന്നിവിടെ കാണും? ഞാനെവിടെ പോവാൻ? അല്ല, എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട്, 2 ദിവസം ഇവിടെ ഉണ്ടാവും. ആ വരട്ടെ. ഞാൻ ജില്ലാണ്. നീ ഇന്നിവിടെ കാണും. കാണും. പറഞ്ഞേക്കാം. സതീഷേട്ടനല്ലേ? എങ്ങനെ മനസ്സിലായി? ഞാൻ ജാക്സൺ വടക്കുംപുറിയിൽ എലിയാസ് ചാക്കി. എന്താ അവിടെ നിൽക്കുന്നേ? കേറി വാ, മേക്ക് യുവർ സെൽഫ് ഹോം. എറണാകുളം ഭയങ്കര ചൂടാണല്ലേ. അടിക്കുന്നോ? ചില്ലാ. രാവിലെ തന്നെയാ? അയ്യോ, രാവിലെ അടിക്കാറില്ലേ? രാവിലെ അല്ലേ അടിക്കണ്ടേ? ഇതെൻ്റെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കണക്കാക്കും.
ബ്രോ മാരീഡ് ആണോ? അല്ല ബ്രോ, എൻഗേജ്ഡാ. അടുത്ത മാസം കല്യാണം. നിങ്ങളെല്ലാവരും വരണം. ഷുവർ. ലവ് മാരേജ് ആയിരിക്കും അല്ലേ? അതാരാ? മൈൻഡ് ചെയ്യണ്ട, ലവ് ഫെയിലിയറാ. ഓനെന്താ പറ്റിയേ? അതൊക്കെ ഒരു വലിയ കഥയാ. ഡാ ഒരു ഹെൽപ്പ് വേണം. ഡാ അവൾക്ക് ഇനി ഇടയായിട്ടൊരു വിലയില്ലടാ. ബ്രോ, നമ്മൾ ഈ ആണുങ്ങളെ പട്ടിയെ പോലെ നടന്നു കഴിഞ്ഞാൽ പുച്ഛം മാത്രമേ കിട്ടത്തുള്ളൂ. പെമ്പിള്ളേർക്ക് എന്താ വേണ്ടെന്നറിയോ? കോൺഫിഡൻസ് ആയിരിക്കും. അത് വിട്. നമ്മളവരെ മാക്സിമം ഇഗ്നോർ ചെയ്യണം. തുടങ്ങിയ തുലി. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ ഇനി അവളെ ഒരു മാസം കോൾ ചെയ്ത് എടുക്കരുത്. നോ ചാറ്റിംഗ്, നോ ടെക്സ്റ്റിംഗ്. നമ്മൾ അവളെ മാനസികമായി തളർത്തുന്നു. സ്റ്റാർട്ടിംഗ് ഫ്രം നൗ. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ. നീ ആ പട്ടിയല്ലടാ ജാക്കി. ഏ? നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയും അവന്റെ കൂടെ നടന്ന് അവനെ കൂടുതൽ പൊട്ടനാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ റോട്ടിലിട്ട് തല്ലും. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. ആണുങ്ങളെ നെഞ്ചത്ത് കയറിയാണ് ഇവിടെ കളിക്കുന്നത്. അഹങ്കാരം ഞാൻ വെച്ചു കൊടുക്കത്തില്ല. ആഹാ. എന്തിയാ കോളെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയി പോയതാ. ഇപ്പോഴത്തെ പിള്ളേൻ്റെ ഒക്കെ ഒരു കാര്യമേ. അതെ, ഇവിടെ ശ്രദ്ധിക്ക്. നമ്മളെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ആ, ബ്രോയുടെ ലവ് മാരേജാ? ഏയ്, ഇപ്പം ആരോടും ബ്രോയ്ക്ക് പ്രേമൊന്നും തോന്നിയിട്ടില്ല? കോളേജിലൊരു പ്രേമുണ്ടായിരുന്നു. പക്ഷെ അതെന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അതങ്ങ് പോയി. അല്ലേലും നമുക്കൊന്നും സെറ്റ് ആവില്ലാന്ന്. എന്നിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറിയാ? അത് കഴിഞ്ഞ് പിന്നെ സംസാരിക്കാനൊരു അവസരം കിട്ടിയില്ല. അയ്യോ, ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല. കല്യാണത്തിന് മുന്നേ നമുക്ക് എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും തീർക്കണം. വിളി, അവളെ വിളി. അല്ല സോറി, ചേച്ചി വിളി. ഇപ്പോഴോ? ബ്രോ, നമ്മളിപ്പോൾ അടിച്ച് സെറ്റായിട്ടിരിക്കുക. ഇപ്പോൾ വിളിച്ചാൽ കാര്യം നടക്കും. Come on, man. ഹലോ, എന്നെ മനസ്സിലായോ? ഇവിടെ എന്താണ് ശ്മശാനബോധം? അവനെവിടെയാടാ? ആ, എന്ത് ചോദിച്ചാലും ഒരു ഇതിലൊന്നും ഇല്ല. ഹലോ, സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന ഒരു തെറ്റാണോ? മനസാക്ഷിയുടെ കോടതി. അവൻ അവളെ കൊണ്ട് വിളിച്ചോടി വല്ല അറിഞ്ഞ? നൈസ്. ഒരു നാട് മുഴുവൻ ഇളകി വരുന്നുണ്ട്.
എന്നെ എന്തായാലും ഒരു കൊല്ലും. നീയെങ്കിലും രക്ഷപ്പെടാം വാങ്ങിക്കാൻ മോനെ. ഓക്കെ, ഈ ഉരുണ്ട ഭൂമിയിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓ ഗോഡ്, പ്ലീസ് സേവ് ദിസ് ബോയ്. ഇത്